നിമിഷപ്രിയ യമനിലെ തടവിൽ കഴിഞ്ഞ് 16-ാം തീയതി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അവിടുത്തെ ജയിലിൽ കഴിയുന്ന മലയാളിയായ യുവതി. ഒരുപക്ഷെ നിമിഷപ്രിയ എന്ന പേര് നമ്മൾ മലയാളികൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേൾക്കുന്ന ഒരു പേരാണ്. അതിൻ്റെ സാധ്യതകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിമിഷപ്രിയ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നതാണ് മലയാളികളുടെ അൾട്ടിമേറ്റ് എയിം. ഒരു കുടുംബത്തിൻ്റെ മാത്രം സങ്കടമായിരുന്നു നിമിഷപ്രിയ ജയിലിൽ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് മലയാളികൾ തന്നെ ഏത് വഴിയും നിമിഷപ്രിയയെ ജയിലിൽ നിന്ന് പുറത്തെത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പലരും ഗവർണർ വഴി നരേന്ദ്രമോദിയിലേക്ക് എത്തുന്നു, മോദി വഴി പ്രഷർ ചെയ്തെത്താൻ MP-മാർ നോക്കുന്നു. ഇനി ആകെ 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. 16-ാം തീയതിയാണ് വധശിക്ഷ നടപ്പിലാക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ ഒപ്പിട്ട് വെച്ചിരിക്കുന്നത്. ഇനി ഇവർക്ക് പുറത്തിറങ്ങാനുള്ള നമ്മുടെ നയതന്ത്രപരമായ ഇടപെടലുകൾ എങ്ങനെയാണ് പ്രിയ? അതിൻ്റെ സാധ്യതകൾ എന്താണ്? അതായത് ഇപ്പോൾ നരേന്ദ്രമോദി യമൻ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ശക്തമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു. കൃത്യമായിട്ട് യമൻ സർക്കാരുമായി സംസാരിച്ച് അവിടെയുള്ള നിലവിലുള്ള ഭരണകൂടം, അതായത് യമൻ്റെ 3 പ്രവിശ്യകളും 3 രീതിയിലാണ് ഭരണം നടത്തുന്നത്. ഒന്ന് ഇറാൻ്റെ നിയന്ത്രണത്തിൽ, ഇറാൻ്റെ കയ്യിലുള്ള ഹൂത്തികളുടെ പിടിയിലാണ് ഒരു ഭാഗം എന്ന് പറയുന്നത്. ആ ഭാഗത്താണ് ശരിക്കും പറഞ്ഞാൽ നിമിഷപ്രിയ ഉള്ള ജയിൽ സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഈ പറഞ്ഞ വധശിക്ഷ നടപ്പിലാക്കാനൊക്കെ ഇരിക്കുന്നത്. മറ്റൊരു ഭാഗം ഈ അറബ് രാജ്യങ്ങളായിട്ടുള്ള സൗദിയുടെ കയ്യിലുമൊക്കെയാണ്. പിന്നെ മറ്റൊരു ഭാഗമാണ് യമൻ സർക്കാരിൻ്റെ കൈവശമുള്ളത്. അങ്ങനെ ഈ 3 സർക്കാരുകളുടെ കയ്യിലായിട്ടാണ് ഈ ശരിക്കും പറഞ്ഞാൽ യമൻ വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള യമനിൽ നിന്ന് ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഭരണ സംവിധാനം ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് നിമിഷപ്രിയയെ പുറത്തെത്തിക്കുക എന്ന് പറയുന്ന ശ്രമകരമായ ദൗത്യമാണ് ഇന്ത്യ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതിൽ പ്രധാന പങ്ക് നരേന്ദ്രമോദി വഹിക്കുന്നു. അദ്ദേഹം അവിടുത്തെ സർക്കാരുകളുമായി ബന്ധപ്പെടുന്നു, അവിടുത്തെ വിവിധ ഏജൻസികളുമായി ബന്ധപ്പെടുന്നു, അന്താരാഷ്ട്ര തലത്തിലൊക്കെയുള്ള മറ്റ് സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതായത് ഈ ജയിലിൽ കഴിയുന്ന ആൾക്കാർക്കുള്ള ചില റൈറ്റ്സ് ഉണ്ട്. അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ടുള്ളതും UN അടക്കമുള്ള സംഘടനകൾ അംഗീകരിച്ചിട്ടുള്ളതുമാണ്. അത്തരത്തിലുള്ള ചില നിയമങ്ങളെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് അവിടുന്ന് നിമിഷപ്രിയയെ മോചിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിമിഷപ്രിയയ്ക്ക് ആ ജയിലിൽ ചില റൈറ്റ്സ് ഉണ്ട്. അതായത് തൻ്റെ ഭാഗം പറയാനായിട്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണല്ലോ. അപ്പോൾ തൻ്റെ ഭാഗം പറയാനായിട്ട് ഇല്ലെങ്കിൽ സാധ്യതകളെ പറ്റി അന്വേഷിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. ആ റൈറ്റ്സ് ആണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തിരിക്കുന്നത്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള മാർഗങ്ങളാണ് കേന്ദ്ര സർക്കാർ നോക്കുന്നത്. ഇതിനായിട്ട് അവിടുത്തെ ചില പ്രതിനിധികളെ, അതായത് യമനിലെ ഇന്ത്യൻ പ്രതിനിധികളുണ്ട്, അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയാണ് നീക്കങ്ങൾ നടത്തുന്നത്. അവസാന നിമിഷമെങ്കിലും ഈ പറയുന്ന കൊല്ലപ്പെട്ട ആളുടെ കുടുംബം ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറാകുമെങ്കിൽ ആ വഴിക്ക് പണം എത്തിച്ചുകൊണ്ടൊക്കെ ഇടപെടൽ നടത്താനാണ് ശ്രമിക്കുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരൊക്കെ ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. അവിടുത്തെ ചില ആൾക്കാരുണ്ട്, ഈ പറയുന്ന യമൻ പിന്മുറക്കാരായിട്ടുള്ള ഒരുപാട് ഇന്ത്യക്കാരുണ്ട്, യമനിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കുടുംബങ്ങൾ വഴിയുമൊക്കെ അവിടെ സമ്മർദ്ദം ചെലുത്താനും ഇടപെടൽ നടത്താനും ഒക്കെ ആയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ നമുക്കറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കർക്കശമായ നിയമമാണ്. ആ നിയമത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ ഒരു ഘട്ടത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പിന്നാക്കം പോകാൻ വലിയ പാടാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ ഈ പറയുന്ന ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു നിയമമോ ഇല്ലെങ്കിൽ വിവിധ ഘട്ടങ്ങളോ ഒന്നുമില്ല. അപ്പം നമുക്കറിയാമല്ലോ, സുപ്രീം കോടതി ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രസിഡന്റിനാണ് ഇത് പാർഡൺ ചെയ്യാൻ കഴിയുന്നുള്ളത്. ഇല്ലെങ്കിൽ ഈ പറയുന്ന മേഴ്സി പെറ്റീഷൻ പരിഗണിച്ചുകൊണ്ട് ഈ പറയുന്ന വധശിക്ഷയിൽ നിന്നൊക്കെ ഒഴിവാക്കി കൊടുക്കാൻ കഴിയുന്നത്. അതിനും ഈ പറയുന്ന സുപ്രീം കോടതിയുമായിട്ട് വീണ്ടും പല ആലോചനകളൊക്കെ നടത്തിയിട്ടാണ് ഇവിടെ അത്തരത്തിൽ വധശിക്ഷയൊക്കെ ഒഴിവാക്കി കൊടുക്കുന്നത്. ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന കാര്യത്തോടല്ല നമ്മുടെ നിയമവ്യവസ്ഥിതി ചേർന്ന് നിൽക്കുന്നത്. പകരം ഈ പറയുന്ന മറ്റ് തിരുത്തൽ നടപടികളിലുള്ള ശിക്ഷകളാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ കൂടുതൽ പിന്തുടരുന്നത്. പക്ഷേ യമനിലൊക്കെ ശരിയത്ത് നിയമങ്ങളാണുള്ളത്. ഈ ശരിയത്ത് നിയമങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കുറ്റമാണോ ചെയ്തത് അതേ അതേ കുറ്റം തന്നെ അവർ ചെയ്ത അതേ പ്രവൃത്തി അവർക്കെതിരെ നടപ്പിലാക്കുക എന്ന് പറയുന്ന ഈ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് പറയുന്ന നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളാണ് അവിടെ നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് വലിയ തോതിൽ ഇത് അവിടെ ശിക്ഷ വ്യാപകമായിട്ട് നടപ്പിലാക്കപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷേ ക്രൈം റേറ്റിലൊന്നും ഈ പറയുന്ന രാജ്യങ്ങൾ ഇത്രയും വലിയ ശിക്ഷയൊക്കെ നടപ്പിലാക്കിയിട്ടും വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും
നിമിഷപ്രിയയെ പുറത്തെത്തിക്കുക, നാട്ടിലേക്ക് മടക്കിക്കൊണ്ടുവരിക, ശിക്ഷയിൽ നിന്ന് വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. അതാണ് ഇന്ത്യ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ എന്ത് തോന്നുന്നു, ഒന്ന് ഇത് നടപ്പിലാവാതെ എങ്ങാനും പോയാൽ ഉണ്ടാകുന്ന ഒരു വലിയ തീരാ നോവായിരിക്കും നമുക്കൊക്കെ. മലയാളികൾക്ക് ഒരിക്കലും ആ നോവിൽ നിന്ന് മോചനം ഉണ്ടാകില്ല എന്നുള്ളതാണ് നമുക്ക് ഓർക്കാൻ കൂടി കഴിയാത്തൊരു ദുഃഖമാണത്. തീർച്ചയായിട്ടും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു കുടുംബത്തിൻ്റെ മാത്രം സങ്കടമായിട്ട് ഒതുങ്ങി നിന്നതാണ് നിമിഷപ്രിയയുടെ കാര്യം. പക്ഷേ പിന്നീട് അങ്ങോട്ട് നിമിഷപ്രിയയുടെ വാർത്തകൾ നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും കേൾക്കുമ്പോൾ അത് നമ്മുടെ കുടുംബത്തിലെ ഒരാൾ ഒരു ജയിലിൽ കിടക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ അവരെ പുറത്തിറക്കാൻ അവരുടെ തലാലിൻ്റെ കുടുംബം, അതായത് നിമിഷപ്രിയ കൊന്നു എന്ന് പറയപ്പെടുന്ന ആളുടെ കുടുംബം ബ്ലഡ് മണി സ്വീകരിക്കുകയാണെങ്കിൽ അത് എത്ര കോടി കൊടുക്കാനാണെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന രീതിയിൽ തന്നെയാണ് മലയാളികൾ നിൽക്കുന്നത്. കാരണം ഈ നിമിഷപ്രിയയെ എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കണം. നിമിഷപ്രിയയുടെ കുടുംബം അത്രമാത്രം സങ്കടത്തിലാണ്. അതേസമയം മലയാളികൾ ഇപ്പം കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂർ തന്നെ പറഞ്ഞു, ഞാൻ 1 കോടി രൂപ കൊടുക്കാൻ തയ്യാറാണ്. എന്നിട്ട് അതായത് നേരത്തെ ഇതുപോലൊരു കേസിൽ ബോബി ചെമ്മണ്ണൂർ മുന്നിട്ടിറങ്ങിയിട്ട് കോടിക്കണക്കിന് രൂപ കേരളത്തിൽ നിന്ന് പിരിച്ചിട്ടുണ്ട് ഒരാളെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ നിമിഷപ്രിയയെ ജയിലിൽ നിന്ന് പുറത്തിറക്കാനും ഞാൻ മുന്നിട്ടിറങ്ങിയിട്ട് പണം പിരിക്കാൻ തയ്യാറാണ് എന്നാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്. ആദ്യം ഞാൻ 1 കോടി രൂപ ഇടാം, ബാക്കി പിരിച്ച് കൊണ്ടാക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ പ്രധാന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയം സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ഒരു കേന്ദ്രീകൃതമായ ഒരു നേതൃത്വം ഇല്ല അവർക്ക്. ഇപ്പോൾ ഹൂത്തികളുടെ കയ്യിലാണ് ആ ഏരിയ മുഴുവനുള്ളത്. ഹൂത്തികൾക്ക് കൃത്യമായിട്ടൊരു നേതാവില്ല എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ ഒരു നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിനു മുന്നേ തന്നെ ഇന്ത്യക്ക് നയതന്ത്രപരമായിട്ട് ഇടപെടലുകൾ നടത്തിയിട്ട് മോചിപ്പിക്കാനുള്ള സംവിധാനം നോക്കാമായിരുന്നു. ഇനിയിപ്പം ഈ ഹൂത്തികളുടെ മെയിൻ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ഇറാനാണ്. ഇറാൻ വഴിയുള്ള ഒരു ഓപ്പറേഷൻ സാധ്യതകൾ കൂടി ഇന്ത്യ പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം നടന്ന സമയത്ത് ഇസ്രായേലിന് വേണ്ടിയിട്ടും സംസാരിച്ചിട്ടില്ല, ഇറാന് വേണ്ടിയും സംസാരിച്ചിട്ടില്ല. എന്നാൽ ഒരു മയത്തിൽ ആണ് ഇന്ത്യ ചേരിചേരാ നയം എന്നൊക്കെ പറയും പോലെ 2 രാഷ്ട്രങ്ങളുടെ ഭാഗത്ത് നിന്നില്ല, 2 രാഷ്ട്രങ്ങൾക്ക് എതിരായിട്ടും സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇറാനുമായിട്ട് വളരെ അടുത്ത ബന്ധം ഇന്ത്യ സൂക്ഷിക്കുന്നുണ്ട്. യുദ്ധം അവസാനിച്ചതിന് ശേഷം ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വിളിച്ച ഒരു സന്ദേശം, നന്ദി അറിയിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശം കൂടി ഇന്ത്യക്ക് ലഭിച്ച സാഹചര്യത്തിൽ ഈ ഒരു വിഷയത്തിൽ ഇറാൻ ഇടപെടണം എന്ന ഒരു കാര്യം ഇന്ത്യ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതിൽ ഇറാൻ ഇനി ഇതിൻ്റെ പ്രശ്നം വരുന്ന വേറൊന്നുമല്ല, 2 ദിവസം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ദിവസങ്ങളുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് വഴികളിൽ കൂടി നമുക്ക് നോക്കാമായിരുന്നു. പക്ഷേ ഇന്ത്യ ഇന്നും നാളെയും 2 ദിവസം ആണ് ഇതിൻ്റെ നിർണായക ദിവസങ്ങളുള്ളത്. ഈ 2 ദിവസത്തിനുള്ളിൽ ഏത് രീതിയിൽ ഇന്ത്യക്ക് അവരെ മോചിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതിൻ്റെ ഒറ്റ കാര്യമേ ഉള്ളൂ, അവർ ബ്ലഡ് മണി സ്വീകരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അവരെ ആ കുടുംബത്തെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ആരെങ്കിലും അവിടെ ഉണ്ടാവുക, അവർ ആ കുടുംബത്തിന് പറഞ്ഞ് മനസ്സിലാക്കിക്കുക, ഇത്ര ദിവസം കൊണ്ട് ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് അവർ കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വധശിക്ഷ ഒഴിവായി കിട്ടും എന്നുള്ളതാണ് ഈ രാജ്യങ്ങളുടെ, അറബ് രാജ്യങ്ങളിലൊക്കെയുള്ള നിയമം. പക്ഷേ ഈ അവരുടെ കുടുംബത്തെ കൃത്യമായിട്ട് ആക്സസിബിൾ അല്ല എന്നൊരു പ്രശ്നവും അവിടെയുണ്ട്. ഈ കുടുംബത്തെ നമുക്ക് കണ്ടെത്തി അവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്ത് വേണം അവരെ മനസ്സ് മാറ്റിയിട്ട് ഈ ബ്ലഡ് മണി സ്വീകരിപ്പിക്കുക എന്നുള്ളത്. പക്ഷേ അത് വലിയ വെല്ലുവിളിയായിട്ട് ഇപ്പോൾ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഹൂത്തികളുടെ കേന്ദ്രമായതുകൊണ്ട് തന്നെ ഈ കുടുംബത്തെ കണ്ടെത്താനോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് നേരിട്ട് പോയി സംസാരിക്കാൻ ഉള്ള സാധ്യതകൾ ഇന്ത്യക്ക് മുന്നിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടെയാണ് ഇറാൻ വഴിയുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ്റെ സാധ്യതകൾ നോക്കുന്നത്. എന്തായാലും കേരളവും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും ഒക്കെ ഈ വിഷയത്തിൽ നല്ല ഇടപെടലുകൾ നടത്തുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന് അവരെ മോചിപ്പിച്ച് കൊണ്ടുവരാൻ സാധിച്ചാൽ അതൊരു വലിയ വിജയമായിരിക്കും. പക്ഷേ അതിനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തുന്നുണ്ട് എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയ വിവരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.